തിരുവനന്തപുരത്ത് ഷോപ്പിംഗ് മാളിൽ അതിക്രമത്തിൽ പോലീസുകാരനെതിരെ കേസെടുത്തതിൽ വീഴ്ചയില്ല എന്ന റിപ്പോർട്ട്. പോലീസുകാരനായ മിഥുൻ SFI പ്രവർത്തകനെ മർദ്ദിച്ചത് ഇടിവള ഉപയോഗിച്ചെന്ന് ദൃശ്യങ്ങളിൽ തെളിവുണ്ടെന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. ഉദ്യോഗസ്ഥനെതിരെയുള്ള ജാമ്യമില്ലാ കുറ്റം പിൻവലിക്കണമോ എന്ന കാര്യത്തിൽ കമ്മീഷണർ തീരുമാനമെടുക്കും. മാളിൽ SFI പ്രവർത്തകർ മർദ്ദിച്ച പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പും SFI പ്രവർത്തകർക്കെതിരെ നിസാര വകുപ്പും ചുമത്തി കേസെടുത്തത് സേനയ്ക്കുള്ളിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പിന്നാലെയാണ് കേസെടുത്തതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയത്. പോലീസുകാരനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. മൊഴിയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കേസെന്നാണ് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയത്. പോലീസുകാരൻ ഇടിവളയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരുന്നു FIR എന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ജാമ്യമില്ലാ കുറ്റം പിൻവലിക്കണമോ എന്നതിൽ തീരുമാനമെടുക്കും. പോലീസിനെതിരെ ആക്രമണമുണ്ടായാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയരുന്ന നാട്ടുകാരുടെ ആരോപണം അന്വേഷിക്കുമെന്നും DGP റവാഡ ചന്ദ്രശേഖർ. ആരെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ആക്രമണം ഉണ്ടെങ്കിൽ അത് ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. 100% we take a proper and strong action against any attack on the police personnel. അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കേസിൽ പിടിയിലായ 2 SFI പ്രവർത്തകർക്കും ഇന്നലെ രാത്രി തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. വിനയ് പ്രകാശ്, സുർജിത് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. AR ക്യാമ്പിലെ പോലീസുകാരനായ മിഥുൻ റോയ്ക്കാണ് മർദ്ദനമേറ്റത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.